മഴത്തോരു മുമ്പേടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ റീതാമ്മ സ്റ്റാൻലിക്കെതിരായിട്ട് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ എൽസമ്മയെ കൂട്ടിയിട്ട് ആ പെണ്ണിനെ കണ്ടിട്ട് ആ പെണ്ണിനെ ഒന്ന് വിരട്ടി ഓടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ എൽസമ്മയും മൊത്തം സംസാരിച്ചിട്ട് ഒടുവിൽ സ്റ്റാൻലിയുടെ കൊട്ടാരത്തിലോട്ട് അവൾ പോവുകയാണ്. നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ എൽസമ്മ വരുന്നത് കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇവളെയും കൂട്ടി വന്നിട്ടുണ്ട്, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിരിക്കും, അന്നത്തെ പ്രശ്നം പോരാത്തത് കാരണമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അല്ല ഇതുവരെ കാണാത്തവരെയൊക്കെ ഈ കൊട്ടാരത്തിലേക്ക് കാലെടുത്ത് വെച്ചത് കണ്ടു, എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ഇതുവരെ വരാത്തവരൊന്നും പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, എന്നെ അന്വേഷിച്ചും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിലും സ്റ്റാൻലിയെ അന്വേഷിച്ച് വന്നതല്ല എൽസമ്മ, ഇവിടെ ഒരുത്തിയെ കുടിയിരുത്തിയിരിക്കുന്നുണ്ടല്ലോ, അവളെ കണ്ടിട്ട് രണ്ടെണ്ണം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അല്ല റീതാമേ, കഴിഞ്ഞ തവണയല്ലേ നിങ്ങൾ അവരോട് വന്ന് സംസാരിച്ചത്, അവളെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്, ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് അവളെ വന്ന് കണ്ട് സംസാരിക്കാൻ എന്താ ഇത്രമാത്രം പറയാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, എൽസമ്മ ഫസ്റ്റായിട്ട് കാണാൻ വന്നതാണല്ലോ, എൽസമ്മക്ക് വേണമെങ്കിൽ നമ്മുടെ അലീനയെ കാണാം, പക്ഷേ റീതാമക്ക് ഇനി അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്നിട്ട് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻലി എന്നെ തടഞ്ഞു നിർത്താൻ നീ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തടുത്തു മാറ്റി പോകാൻ നിൽക്കുന്ന സമയത്ത് ചൂടായിട്ട് പറയുന്നുണ്ട്, ഇതെൻ്റെ വീടാണ്, എൻ്റെ നിയമമാണ്, എൻ്റെ വാക്കാണ് ഇവിടെ നടക്കുക, അല്ല റീതാമ്മയുടെ വാക്കുകളൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നടത്തിയാൽ മതി, ഇവിടെ എൽസമ്മക്ക് കാണണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ തിരിച്ചു പോകാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒടുവിൽ എൽസമ്മ പറയുന്നുണ്ട്, റീതാമ്മേ പ്രശ്നത്തിൽ നിൽക്കണ്ട, ഞാൻ എന്തായാലും അവളെ ഒന്ന് കാണട്ടെ, എനിക്ക് രണ്ടെണ്ണം പറയാനുണ്ട്, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എൽസമ്മ അലീനയെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സ്റ്റാൻലി അലീനയുടെ മുറികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് എൽസമ്മ അലീനയുടെ മുറിയുടെ വാതിൽ വന്ന് തട്ടുകയാണ്. തട്ടുന്ന സമയത്ത് അലീന വാതിൽ തുറക്കുമ്പം ആകെ ഞെട്ടി ഷോക്കായിട്ട് നിൽക്കുകയാണ്. അലീനയുടെ ആ ഒരു മുഖച്ഛായം കണ്ടിട്ട് സ്റ്റാൻലിയുടെ അമ്മ എന്നുള്ളത് മനസ്സിലിങ്ങനെ പറയുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ വന്നതൊക്കെ ആകെ വിഴുങ്ങിപ്പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പതുക്കെ ഇങ്ങനെ ഒരു ഞെട്ടലോട് കൂടി, അത് ഞാൻ സ്റ്റാൻലിയുടെ എൽസമ്മ, നിങ്ങൾക്ക് അറിയില്ലേ എൽസമ്മ എന്നുള്ള പേരെന്തായാലും നീ കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്നെ കണ്ടിട്ടില്ലെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ, മനസ്സിലായി മാഡം, ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇരിക്കാനെന്നല്ല വന്നത്, നീ ഇവിടെ എൻ്റെ സ്റ്റാൻലിയുടെ മകളാണ് എന്ന് പറഞ്ഞിട്ട് വന്നതൊക്കെ ഞാൻ കേട്ടു എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളെക്കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വന്നതിന് ശേഷം ഇങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല, അതും ഇവിടെ അടുത്തല്ലേ, എന്നിട്ട് പോലും നിങ്ങളെന്താ ഇങ്ങോട്ട് വരാത്തത്, ഇവിടെ താമസിക്കാത്തത്, നിങ്ങളെന്താ വേറെ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അത് ശരി നീ എന്നോട് ചോദിക്കാനുള്ളതായോ, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിനുള്ള മറുപടി എനിക്ക് തന്നാൽ മതി, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മുഖച്ഛായം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിയല്ലേ, പപ്പയുടെ അമ്മയുടെ മുഖച്ഛായ ആണല്ലേ എനിക്ക്, വേറെ എന്തൊക്കെയോ ചോദിക്കാൻ വന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി, അതുകൊണ്ടാണ്, ഏതായാലും ഈ മുഖച്ഛായം ഉള്ളത് കൊണ്ടെങ്കിലും പപ്പ എന്നെ സ്വീകരിച്ചത്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തായാലും പപ്പയുടെ സ്വന്തം മോളാണ് എന്നുള്ളത്, ഏതായാലും ഇനി ആ തെറ്റൊന്നും തിരുത്താൻ പറ്റത്തില്ല, പിന്നെ എൻ്റെ പപ്പ എന്നെ അംഗീകരിച്ചു, ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് വരുന്നില്ല എന്ന്, പക്ഷെ പപ്പ പറയുന്നത് കേട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലി അങ്ങനെ പലതും പറയും, അത് കേട്ടിട്ട് നീ മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനായിട്ട് ഇങ്ങോട്ട് വരികയാണോ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് എൽസമ്മ. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, 23 വർഷം ഞാൻ ആരെയും ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ലല്ലോ, ഓർഫനേജിലായിരുന്നു ജീവിച്ചിരുന്നത്, ഇപ്പോൾ എന്നെ പപ്പ ഏറ്റെടുത്തു, അത് എൻ്റെ വളർത്തിയ അച്ഛനാണ് ഏൽപ്പിച്ചു കൊടുത്തത്, എന്തായാലും ഞാൻ ആർക്കും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്നൊക്കെ പറയുമ്പം, എൻ്റെ ഇത് സംസാരിക്കാൻ നീ ആയിട്ടില്ല, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, പിന്നെ എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട സ്നേഹവും ആ ഒരു സ്വത്തുക്കളും ഒക്കെയാണ് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് സ്വത്തും ഒന്നും വേണ്ട, എനിക്ക് പപ്പയുടെ സ്നേഹം മാത്രം മതി, നിങ്ങളത് ആലോചിച്ചിട്ട് ഇനി പപ്പയുമായിട്ട് വഴക്കിടാനും നിൽക്കണ്ട, നിങ്ങൾക്ക് നല്ലതുപോലെ ജീവിച്ചൂടെ, എന്ത് രസമായിരിക്കും മക്കളും ഭാര്യയും മൊത്തമൊക്കെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ, നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ വരികയോ വരാതിരിക്കുകയോ അത് നിനക്ക് നോക്കേണ്ട ആവശ്യമില്ല, എന്തായാലും ഇതുവരെ വരണം എന്നുള്ളൊരു മനസ്സിൻ്റെ കോണിലെങ്കിലും എൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു, പക്ഷേ ഇനി അങ്ങോട്ട് അതുണ്ടാവില്ല, അത്രയും വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്, നീ ഇങ്ങോട്ട് വന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ അലീന നമ്മുടെ എൽസമ്മയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയാണ്, എന്നോട് പൊറുക്കണം, ഞാൻ നിങ്ങളുടെ ജീവിതം തകർക്കാനൊന്നും വന്നതല്ല, ഞാൻ കാരണം നിങ്ങൾ കൂടുതൽ അകന്നു പോവരുത് എന്നൊക്കെ പറയുമ്പോൾ
ഞങ്ങൾ അകലാനും പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനും ഒക്കെയാണല്ലോ നീ വന്നിരിക്കുന്നത്. നിന്നെപ്പോലെ ഒരു വീട്ടിൽ കയറി വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയോ ഉണ്ടാകുമെന്നുള്ളത് ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചാൽ അറിയുമല്ലോ. ഇത്രയും വലിപ്പം വെച്ചിട്ടില്ലേ, നിനക്കത് ആലോചിച്ചറിയാവുന്നതല്ലേ. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ എൽസമ്മ. ഇതൊക്കെ കേട്ടപ്പോൾ ആകെ അലീന ഷോക്കായിട്ട് നിൽക്കുകയാണ്.